ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആസിഡ് ബേസ് ഇംബാലൻസിനെ പറ്റിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മെയിനായി ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, എല്ലാ എക്സാമിനും ആസിഡ് ബേസ് ഇംബാലൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസിഡ് ബേസ് ഇംബാലൻസിനെ പറ്റിയാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ മെറ്റബോളിക് റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ആസിഡും ഉണ്ടാകുന്നുണ്ട്, ബേസും ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ആസിഡ് എന്ന് നോക്കാം. ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റബോളിസത്തിൻ്റെ ഫലമായിട്ട് മെറ്റബോളിസത്തിൻ്റെ അവസാനം ഉണ്ടാകുന്നൊരു കെമിക്കൽ ആണ് ആസിഡ്. ആസിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് H+ അയോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുണ്ട്. H+ ഡോണേഴ്സ് ആണ് ആസിഡ്. H+ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അയോൺസിനെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള വസ്തുക്കളാണ് നമ്മൾ ആസിഡ് എന്ന് പറയുന്നത്. ബേസ് എന്ന് പറഞ്ഞാലോ H+ അയോൺസിനെ റിസീവ് ചെയ്യുന്നു. H+ അയോൺസിനെ റിസീവ് ചെയ്യാൻ കഴിവുള്ള വസ്തുക്കളാണ് ബേസ്. അപ്പോൾ ആസിഡും ബേസും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി എന്താണ് നമുക്ക് pH എന്ന് പറയാം. ആസിഡ് ബേസ് ഇംബാലൻസിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടേമാണ് നമ്മുടെ pH. pH എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ഹൈഡ്രജൻ അയോണിൻ്റെ ലഭ്യത. ഒരു ഫ്ലൂയിഡിൽ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൽ ഹൈഡ്രജൻ അയോണിൻ്റെ ലഭ്യതയാണ് നമ്മൾ pH എന്നുള്ള കാര്യത്തിൽ കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നോർമലായിട്ട് 1 മുതൽ 14 വരെയാണ് എന്ത് ചെയ്യുന്നത്, മാർക്ക് ചെയ്തേക്കുന്നത് pH ലെവൽ. അതിൽ 7 എന്ന് പറയുന്ന സംഖ്യയാണ് നമ്മൾ ന്യൂട്രലായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ pH എന്ന് പറയുന്നത് ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 1 മുതൽ 14 വരെ. അതിൻ്റെ മിഡിൽ പോർഷനായ 7 എന്ന് പറഞ്ഞാൽ അത് ന്യൂട്രലായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഒരു എക്സാമ്പിൾ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ വാട്ടറില്ലേ, നമ്മുടെ H2O. സാധാരണ H2O ആണ് ഒരു ന്യൂട്രൽ സബ്സ്റ്റൻസ്. അതായത് ജലത്തിൻ്റെ pH എന്തായിരിക്കണം, അത് 7 ആയിരിക്കണം. അപ്പോൾ ഒരു H2O ആണ് ന്യൂട്രൽ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ. ഇനി 7-നേക്കാളും താഴോട്ടാണെങ്കിൽ, അതായത് 7-നേക്കാളും താഴോട്ട് 6 ആവാം, 5 ആവാം, 4 ആവാം, 3 ആവാം, 2 ആവാം, 1 ആവാം. അപ്പോൾ pH 7-നേക്കാളും താഴെയാണെങ്കിൽ ആ വസ്തുക്കൾ, ആ സബ്സ്റ്റൻസ് എന്തായിരിക്കും, ആസിഡ് ആയിരിക്കും. അപ്പോൾ pH ഈസ് ലെസ് ദാൻ 7 ഇൻ ആസിഡ് and pH is more than 7, അങ്ങനെ 14 വരെ അല്ലേ, അതെന്തായിരിക്കും, ആൽക്കലൈൻ. അപ്പോൾ pH 7-നേക്കാളും താഴെയുള്ള സബ്സ്റ്റൻസ് നമ്മൾ ആസിഡ് എന്ന് പറയുന്നു. 7-നേക്കാളും കൂടുതൽ, 7 മുതൽ 14 വരെയുള്ള സബ്സ്റ്റൻസ് ഏതും ആയിക്കോട്ടെ, ബോഡി ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ, കെമിക്കൽ സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, എന്തായാലും pH 7-നേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, ആൽക്കലൈൻ, അതായത് ബേസ് നേച്ചർ, ആൽക്കലൈൻ നേച്ചർ എന്ന് പറയുന്നു. അപ്പോൾ pHൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി നമ്മുടെ ഇത് pH പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, നമ്മുടെ നോർമൽ ബോഡി ഫ്ലൂയിഡിൻ്റെ pH എന്താണ്, നോർമൽ ബോഡി ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബ്ലഡിൻ്റെയൊക്കെ pH എന്ന് പറയുന്നത് 7.35 to 7.45 ആണ് അല്ലേ. അപ്പോൾ 7.35 to 7.45 ആണ് നമ്മുടെ നോർമൽ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ 7.35-നേക്കാളും കുറയുന്ന സാധനങ്ങളെ നമ്മൾ ആസിഡ് എന്നും 7.45-നേക്കാൾ കൂടുതലുള്ള പദാർത്ഥങ്ങളെ നമ്മൾ ആൽക്കലൈൻ എന്നും പറയുന്നു. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ബഫേഴ്സ്. അതായത് ഈ ആസിഡും ബേസും ഒരു അബ്നോർമൽ അല്ല, നമ്മുടെ ബോഡിയിൽ ഏതൊരു മെറ്റബോളിസം നടക്കുമ്പോഴും ഉണ്ടാകുന്ന സബ്സ്റ്റൻസ് ആണ് ഈ ആസിഡും ബേസും. അപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടീഷനിൽ നമ്മുടെ ബോഡിയിൽ ഒരു ഇംബാലൻസ്, ഈ ആസിഡിനും ബേസിനും ഇടയ്ക്കൊരു ഇംബാലൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നോർമലായിട്ട് ബോഡി തന്നെ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഇപ്പോൾ ആസിഡാണ് ഇൻക്രീസ് ആവുന്നതെങ്കിൽ എന്ത് ആക്ട് ചെയ്യും, ബേസ് ഉണ്ടാവും. നമ്മുടെ ബോഡിയിൽ ബേസ് ഉണ്ടായിട്ട് ഈ ആസിഡിൻ്റെ അളവിനെ എന്ത് ചെയ്യും, കുറയ്ക്കും. ഇനി അതല്ല, ബേസ് ആണ് നമ്മുടെ ബോഡിയിൽ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് കൂടുകയാണെങ്കിൽ ആസിഡ് ഉണ്ടാവും. ആസിഡ് എന്ത് ചെയ്യും, ഈ ബേസിൻ്റെ നേച്ചറിനെ, ബേസിസിറ്റി അല്ലെ ആൽക്കലൈനിറ്റിയെ കുറയ്ക്കും. അങ്ങനെയാണ് നോർമൽ ഒരു ബഫർ മെക്കാനിസം നടക്കുന്നത്. അതിനെയാണ് നമ്മൾ ബഫേഴ്സ് എന്ന് പറയുന്നത്. അതിൽ പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നോർമൽ നമ്മുടെ ബോഡിയിൽ
ഈ ബഫേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് പലതരം അവയവങ്ങൾ ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ലങ്സ്, കിഡ്നി, അതുപോലെ നമ്മുടെ ചില മെക്കാനിസംസ്, ഏതൊക്കെ നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ, പ്ലാസ്മ പ്രോട്ടീൻ, ഇതൊക്കെ എന്തിനു സഹായിക്കുന്നു? ഈ ബഫറിങ് ആക്ഷന് വേണ്ടി സഹായിക്കുന്നു. അതിൽ പ്രധാനമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ലങ്സ്. അതായത് നമ്മുടെ ലങ്സിൽ ആസിഡ് ബേസ് ബാലൻസ് നിലനിർത്താനുള്ള ഒരു ചെറിയ മെക്കാനിസം നടക്കുന്നുണ്ട്. അതായത് അസിഡോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുകയാണ്. ലങ്സ് എന്ത് ചെയ്യും അസിഡോസിസിന്റെ സമയത്ത്? അസിഡോസിസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായല്ലോ, നമ്മുടെ ബ്ലഡിന്റെ pH അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡിന്റെ pH 7.35 താഴെ വരുന്നൊരു കണ്ടീഷൻ വരുന്നു, അസിഡോസിസ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലങ്സ് എന്ത് ചെയ്യും നോക്കാം. അതായത് അസിഡോസിസിന്റെ സമയത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത്? pH കുറവായിരിക്കും. അതെല്ലാവർക്കും മനസ്സിലായല്ലോ. 7.35 കുറയുന്ന കണ്ടീഷനെയാണ് നമ്മൾ അസിഡോസിസ് എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെ നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് ആൻഡ് ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്നു. അത് നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു മെക്കാനിസമാണ്. നമ്മുടെ ബോഡിയിൽ എപ്പോഴാണോ pH കുറയുന്നത്, അതായത് എപ്പോഴാണോ അസിഡോസിസ് ഉണ്ടാവുന്നത്, ആ സമയത്ത് നമ്മുടെ റെസ്പിറേറ്ററി റേറ്റും റെസ്പിറേറ്ററി ഡെപ്തും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അതായത് നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നു. അപ്പോൾ അസിഡോസിസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്ത്? കാർബോണിക് ആസിഡ്. ഞാൻ പറഞ്ഞല്ലോ, അസിഡോസിസ് എന്ന് പറഞ്ഞാൽ ആസിഡിന്റെ പ്രൊഡക്ഷൻ ആണ് അല്ലേ. അങ്ങനെ അസിഡോസിസിന്റെ സമയത്ത് ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ കാർബോണിക് ആസിഡ്. അപ്പോൾ നമ്മുടെ ലങ്സ് എന്താ ചെയ്യുന്നത്? നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് കൂട്ടുന്നു, ഡെപ്ത് കൂട്ടുന്നു. ഈ കാർബോണിക് ആസിഡ് എന്ത് ചെയ്യുന്നു? ലങ്സിൽ എത്തുന്നു. അതെന്ത് ചെയ്യുന്നു? വിഘടിച്ച്, അതായത് റെഡ്യൂസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ വാട്ടറുമായിട്ട് മാറുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? ലങ്സിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ബോഡിയിൽ എന്തിന്റെ അളവ് കുറയുന്നു? കാർബോണിക് ആസിഡിന്റെ അളവ് കുറയുന്നു. ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അസിഡോസിസിന്റെ സമയത്ത്, അസിഡോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ ബ്ലഡിന്റെ pH കുറയുന്നു അല്ലേ. അതായത് ഏതോ ഒരു ആസിഡ് ബോഡിയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലങ്സ് എന്ത് ചെയ്യും? റെസ്പിറേറ്ററി റേറ്റ് കൂട്ടുന്നു, ഡെപ്തും കൂട്ടുന്നു. അതായത് കൂടുതൽ റെസ്പിറേറ്ററി റേറ്റ് നോർമൽ എത്രയാണ്? 18 to 24 ബ്രീത്ത് പെർ മിനിറ്റ് അല്ലേ. അപ്പോൾ റെസ്പിറേറ്ററി റേറ്റ് കൂട്ടുന്നു, റെസ്പിറേറ്ററി ഡെപ്ത്, അതായത് എയറിന്റെ എമൗണ്ട്, ആ ഡെപ്തും എന്ത് ചെയ്യുന്നു? കൂടുന്നു. ആ സമയത്ത് ഈ അസിഡോസിസിന്റെ ഫലമായിട്ട് നമ്മളുടെ ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന സാധനം ഏതാണ്? ഏത് ആസിഡാണ്? കാർബോണിക് ആസിഡ്. ഈ കാർബോണിക് ആസിഡിനെ ലങ്സിലോട്ട് എത്തുന്നു. ലങ്സിലോട്ട് എത്തിയ ശേഷം ഈ കാർബോണിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് എയർ അല്ലേ, അത് നമ്മുടെ ബ്രീത്ത് ഔട്ടിൽ, അതായത് നമ്മൾ ശ്വസിക്കുമ്പോൾ അത് എക്സൈൽ ചെയ്യുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് ഇത് റിഡ്യൂസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആസിഡിന്റെ അളവുണ്ടോ? ഇല്ല. അങ്ങനെ ആസിഡിന്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറയ്ക്കുന്നു. അതാണ് ലങ്സ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഇൻ കേസ് ഓഫ് അസിഡോസിസ്. ഇനി ആൽക്കലോസിസിന്റെ സമയത്ത് എന്താണ് ലങ്സ് ചെയ്യാനുള്ളത് നോക്കാം. അതായത് നമ്മുടെ ബോഡിയുടെ ഇതൊരു നോർമൽ ബഫർ മെക്കാനിസം ആണ്. നോർമലായിട്ട് ബോഡി എങ്ങനെയാണ് ആസിഡ് ബേസ് ഇംബാലൻസിനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ആൽക്കലോസിസിന്റെ സമയത്ത് എന്താ ചെയ്യുന്നത്? ആൽക്കലോസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ pH എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യും. pH ഇൻക്രീസ് ചെയ്യുന്ന സമയമാണല്ലോ നമ്മൾ ആൽക്കലോസിസ് എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ വരുമ്പോൾ നോർമലായിട്ട് ബോഡി എന്താ ചെയ്യുന്നത്? ലങ്സ് എന്താ ചെയ്യുന്നത്? റെസ്പിറേറ്ററി റേറ്റ് കുറയ്ക്കുന്നു, ഡെപ്ത് കുറയ്ക്കുന്നു. അതായത് ആൽക്കലോസിസ് എന്ന് പറയുമ്പോൾ ആൽക്കലിയുടെ അളവാണ് കൂടുതൽ അവിടെ. അപ്പോൾ ആസിഡ് ഇല്ല, ആസിഡിന്റെ അളവ് കുറവാണ്, ആൽക്കലിയുടെ അളവ് കൂടുതലാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ആൽക്കലിയുടെ ആ വീര്യം കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കുറച്ച് ആസിഡ് വേണം അല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രവർത്തനം എന്താണ്? നമുക്ക് നേരത്തെ നമ്മൾ അസിഡോസിസിന്റെ കണ്ടീഷനിൽ ആസിഡിനെ പുറത്തു വിട്ടു അല്ലെ, വിഘടിപ്പിച്ച് ലങ്സ് പുറത്തു വിട്ടു. പക്ഷെ ആൽക്കലോസിസിന്റെ കണ്ടീഷനിൽ എന്തായിരിക്കണം? നമുക്കിവിടെ ആസിഡ് വേണം, എന്നാൽ മാത്രമേ ഈ ഇൻക്രീസ് ചെയ്തിരിക്കുന്ന ആൽക്കലിയെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റൂ. അതിനുവേണ്ടി ലങ്സ് എന്താ ചെയ്യുന്നത്? റെസ്പിറേറ്ററി റേറ്റ് കുറയ്ക്കുന്നു, ഡെപ്ത് കുറയ്ക്കുന്നു. അങ്ങനെ വരുമ്പോൾ റെസ്പിറേറ്ററി റേറ്റ് കുറയുമ്പോൾ നമ്മുടെ ബ്രീതിങ്ങിന്റെ ആ അളവ് കുറയും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് റിട്ടൻഷൻ ഉണ്ടാവും ബോഡിയിൽ. കാർബൺ ഡൈ ഓക്സൈഡ് നിലനിൽക്കും. അതായത് റെസ്പിറേറ്ററി റേറ്റ് കുറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോകുന്നതിന്റെ അളവ് കുറയൂലേ. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡിയിൽ ലങ്സിനുള്ളിൽ തന്നെ നിൽക്കുന്നു. അതെന്ത് ചെയ്യുന്നു? കാർബോണിക് ആസിഡിന്റെ ഫോർമേഷന് കാരണമാകുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് കാർബോണിക് ആസിഡായിട്ട് ഫോം ചെയ്യുന്നു.
ഇതെന്ത് ചെയ്യുന്നു? നമ്മുടെ ബൈകാർബണേറ്റിന്റെ സ്ട്രെങ്തിനെ കുറയ്ക്കുന്നു. അതായത് ആസിഡ് നമ്മളെ ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ ആൽക്കലിക്ക് എന്തായിരുന്നു പിന്നെ നിലനിൽക്കാൻ പറ്റൂല അല്ലേ? അത് രണ്ടും കൂടി ആസിഡും ആൽക്കലിയും കൂടെ ചേർന്ന് ജലവും ലവണമായിട്ട് മാറുന്നു, വാട്ടറും സോൾട്ടും ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞതുപോലെ കാർബോണിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ ആൽക്കലോസിന്റെ സമയത്ത് കൂടി നിൽക്കുന്ന ബൈകാർബണേറ്റിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നു? കുറയുന്നു, ഡ്യൂ ടു ആസിഡ് ആൻഡ് ആൽക്കലിക് റിയാക്ഷൻ. അങ്ങനെ എന്ത് ചെയ്യുന്നു? ആൽക്കലോസിസ് എന്ന കണ്ടീഷൻ സോൾവ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ലങ്സ് ചെയ്യുന്ന ആസിഡോസിന്റെയും ആൽക്കലോസിന്റെയും സമയത്ത് ലങ്സിൽ ഉണ്ടാകുന്ന മെക്കാനിസം എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായോ? ഇനി നമ്മുടെ ലങ്സിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രജൻ അയോൺസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് H+ അയോൺസിനെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ഒരു പ്രത്യേക കപ്പാസിറ്റിയും കൂടി നമ്മുടെ ലങ്സിന് ഉണ്ട്. പിന്നെ ഇത് ലങ്സ് എപ്പോഴാണ് എത്ര സമയം കൊണ്ടാണ് ആക്ട് ചെയ്യുന്നത്? ഒരു 10 to 30 സെക്കൻഡ് കൊണ്ട് തന്നെ ലങ്സ് ഈ പ്രവർത്തനം ആരംഭിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ലങ്സിന് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഉണ്ട്, ബഫറിങ് ആക്ഷൻ ഓഫ് ഇൻ ആസിഡ് ആൻഡ് ബേസ് ഇംബാലൻസ്. ആസിഡ് ബേസ് ഇംബാലൻസ് നടക്കുമ്പോൾ ലങ്സിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. 10 to 30 സെക്കൻഡിൽ തന്നെ ലങ്സ് ആക്ട് ചെയ്യും ഈ ഒരു ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലങ്സിന് എന്തെങ്കിലും പ്രശ്നം, അതായത് ലങ്സിനെ ബാധിക്കുന്ന എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, ബ്രോങ്കൈറ്റിസ്, ആസ്മ, പിന്നെ എന്തെങ്കിലും ബ്രെയിൻ ഇഞ്ചുറീസ്, അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ലങ്സ് തന്നെ കൊളാപ്സ് ആയി പോയി കഴിഞ്ഞാൽ, ലങ്സിന് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു നോർമൽ റിയാക്ഷൻസ് ഒന്നും നടക്കില്ല. അപ്പോൾ തന്നെ അതൊരു ഇംബാലൻസിലേക്ക് മാറും. ഇനി കിഡ്നീസിന്റെ ഒരു ഫംഗ്ഷൻ കൂടി നോക്കാം. അതായത് ലങ്സും കിഡ്നീസും ആണ് മെയിനായിട്ട് പിന്നെ നമ്മുടെ ബോഡിയിൽ ബഫേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഓർഗൻസ് അല്ലേ? ബഫർ സിസ്റ്റത്തിന് എയ്ഡ് ചെയ്യുന്ന ഓർഗൻസ് എന്ന് പറയുന്നത് ലങ്സും കിഡ്നീസും ആണ്. ഇനി കിഡ്നീസിൽ എന്താണ് സംഭവിക്കുന്നത്? അസിഡോസിസിലും ആൽക്കലോസിസിലും എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അസിഡോസിസിന്റെ സമയത്ത് ആസിഡാണ് കൂടുന്നത്, അതായത് ഹൈഡ്രജൻ അയോൺസ് കൂടുതലാണ് അല്ലേ അസിഡോസിന്റെ സമയത്ത്. ഈ ഹൈഡ്രജൻ അയോൺസിനെ നമ്മുടെ നെഫ്രോൺസിന്റെ ട്യൂബ്യൂൾസ് ഇല്ലേ, ട്യൂബ്യൂൾസിലോട്ട് കൊണ്ടുവരുന്നു. അത് അവിടെ നിന്ന് ട്യൂബ്യൂൾസ് അബ്സോർബ് ചെയ്യുന്നു, യൂറിൻ വഴി പുറത്തു വിടുന്നു എക്സസ് ആയിട്ടുള്ള ഹൈഡ്രജൻ അയോൺസിനെ. ഇനി ആൽക്കലോസിസിന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആൽക്കലോസിസിന്റെ സമയത്ത് എന്താ കൂടുന്നത്? ബൈകാർബണേറ്റ് HCO3. HCO3യുടെ അളവ് കൂടുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ട്യൂബ്യൂൾസിലോട്ട് വരുന്നു. ട്യൂബ്യൂൾസ് എവിടെയാണുള്ളത്? കിഡ്നിയിൽ അല്ലേ? കിഡ്നിയിൽ ട്യൂബ്യൂൾസിലോട്ട് വരുന്നു. അവിടെ കമ്പൈൻ വിത്ത് സോഡിയമായിട്ട് കമ്പൈൻ ചെയ്ത് അത് പിന്നെ യൂറിലോട്ട് എക്സ്ക്രീറ്റ് ചെയ്യുന്നു, ബൈകാർബണേറ്റ് ആയാലും H+ ആയാലും. അപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ് വന്നാലോ ഈ ഒരു പ്രവർത്തനം നോർമലായിട്ട് നടക്കില്ല. അപ്പോൾ ഡിസീസ് കണ്ടീഷനിൽ കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഈ നോർമൽ ഒരു മെക്കാനിസം നടക്കില്ല. അപ്പോൾ തന്നെ ആസിഡ് ബേസ് ഇംബാലൻസ് ഉണ്ടാവും. പിന്നെ വേറൊരു പോയിന്റ് കൂടി ഉള്ളത്, H+ അയോൺസിനെ യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ? അത് ഏത് ഫോമിലാണെന്ന് അറിയാമോ? ഫോസ്ഫോറിക് ആസിഡ്. അതായത് ഇവിടെ ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞെങ്കിലും കുറച്ചധികം റിയാക്ഷൻസും അബ്സോർപ്ഷൻസും റിഡക്ഷൻസും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഏത് ഫോമിലാണ് കിഡ്നി H+ അയോൺസിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്, പുറത്തേക്ക് വിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോസ്ഫോറിക് ആസിഡിന്റെ ഫോമിലാണ് H+ അയോൺസ് എക്സ്ക്രീറ്റ് ആയി പോകുന്നത് ബോഡിയിൽ നിന്ന്. ഇതാണ് കിഡ്നി ചെയ്യുന്ന മെക്കാനിസം. കാരണം നമ്മൾ ഈ നോർമൽ മെക്കാനിസം എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് അബ്നോർമൽ എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുള്ളൂ അല്ലേ? ലങ്സിലും കിഡ്നിയിലും ചിലപ്പോൾ മിക്കവാറും എല്ലാം ആസിഡ് ബേസ് ഇംബാലൻസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പേഷ്യൻറ്റിന് കിഡ്നി ഡിസീസ് ആണ്, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ആസ്മയാണ്, അങ്ങനത്തെ പ്രാക്ടിക്കൽ ലെവൽ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നോർമൽ മെക്കാനിസം എന്തെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അബ്നോർമൽ നമുക്ക് എന്താണെന്ന് നോട്ട് ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റുള്ളൂ. ഇനി ഒരു ബഫർ സിസ്റ്റമാണ് നമ്മുടെ ഹീമോഗ്ലോബിനിൽ എന്ത് നടക്കും? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ലങ്സിൽ എങ്ങനെയാണ് ആസിഡ് ബേസ് ഇംബാലൻസ് മാനേജ് ചെയ്യുന്നത്, കിഡ്നി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്.
ഇനി നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ എങ്ങനെയാണ് മാനേജ് ചെയ്യണതെന്ന് നോക്കാം. അതായത് ബോഡി ഒരു ആസിഡ് ബേസ് ഇംബാലൻസ് നോട്ട് ചെയ്തു. ബോഡി നോട്ട് ചെയ്തു, കുറച്ച് ആസിഡ് കൂടുകയാണ്, കുറച്ച് ആൽക്കലി കൂടുകയാണ്, എങ്ങനെയായാലും ഏതൊരു ഇംബാലൻസ് ബോഡി നോട്ട് ചെയ്യുന്നു. അങ്ങനെ സമയത്ത് നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇവിടെ ഒരു മെക്കാനിസം നടക്കും, ക്ലോറൈഡ് ഷിഫ്റ്റ്. അതായത് ക്ലോറൈഡിന് ആസിഡ് ബേസ് ഇംബാലൻസിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പക്ഷേ ക്ലോറൈഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈകാർബണേറ്റ് പുറത്തോട്ട് പോകുമ്പോൾ ഒരു ക്ലോറിൻ ആറ്റം അകത്തേക്ക് പോകുന്നു. അതാണ് ക്ലോറൈഡ് ഷിഫ്റ്റ്. തിരിച്ചും വരാം. എങ്ങനെ? ക്ലോറിൻ ഒരു അയോൺ പുറത്തേക്ക് പോകുമ്പോൾ ഒരു ബൈകാർബണേറ്റ് അയോൺ അകത്തേക്ക് കയറുന്നു. മനസ്സിലായോ? ഇപ്പം ബോഡിയിൽ ബൈകാർബണേറ്റിന്റെ അളവാണ് ആവശ്യമെങ്കിൽ എന്ത് ചെയ്യുന്നു? ക്ലോറിൻ അകത്തേക്ക് പോയി ഒരു ബൈകാർബണേറ്റിന്റെ പുറത്തേക്ക് വിടുന്നു. ഇനി ബോഡിയിൽ ബൈകാർബണേറ്റിന്റെ അളവ് വേണ്ട, ബ്ലഡിൽ ബൈകാർബണേറ്റിന്റെ അളവ് വേണ്ട എങ്കിൽ ബൈകാർബണേറ്റിനെ അകത്തോട്ടെടുത്തിട്ട് ക്ലോറിൻ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് ഒരു മെക്കാനിസം. ക്ലോറൈഡ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ബോഡിയിൽ നടക്കുന്നുണ്ട് ഇൻ കേസ് ഓഫ് ആസിഡ് ബേസ് ഇംബാലൻസ്. കാരണം ഇത് നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റൂ. ഇനി അടുത്ത പ്ലാസ്മ പ്രോട്ടീൻ. പ്ലാസ്മ പ്രോട്ടീനും ഒരു പ്രധാന പങ്കുണ്ട് ആസിഡ് ബേസ് ഇംബാലൻസിൽ. പ്ലാസ്മ പ്രോട്ടീൻ എന്താ ചെയ്യുന്നത്? അട്രാക്ട് ഓർ റിലീസ് ഹൈഡ്രജൻ അയോൺസ്. ഹൈഡ്രജൻ അയോൺസിനെ അട്രാക്ട് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്യുന്നു. നേരത്തെ നമ്മുടെ ഹീമോഗ്ലോബിൻ എന്താ ചെയ്തേ? ബൈകാർബണേറ്റ് അയോണിനെ അബ്സോർബ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്യുന്നു ബൈ ക്ലോറൈഡ് ഷിഫ്റ്റ്. ഇവിടെ പ്ലാസ്മ പ്രോട്ടീൻ ഡയറക്റ്റ് അട്രാക്ട് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്യുന്നു. ഏത് അയോൺസിനെ? ഹൈഡ്രജൻ അയോൺസിനെ. ഹൈഡ്രജൻ അയോൺസ് എന്ന് പറയുമ്പോൾ അത് അസിഡോസിസ് ആണ് അല്ലെ? ആസിഡ് കണ്ടന്റ് ആണ്. ഇതാണ് എന്ത് ചെയ്യുന്നത്? പ്ലാസ്മ പ്രോട്ടീൻ ചെയ്യുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ ആണെങ്കിൽ ബൈകാർബണേറ്റിന്റെ അളവിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. പ്ലാസ്മ പ്രോട്ടീൻ ആണെങ്കിലോ അത് H+ന്റെ കൺട്രോൾ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ ആസിഡ് ബേസ് ഇംബാലൻസിൻ്റെ ഒരു ബേസിക് ഫിസിയോളജി, ബേസിക് ബഫേഴ്സ്. ഇതെല്ലാം മനസ്സിലായല്ലോ. ഇത് മനസ്സിലാക്കി വെക്കുമ്പോഴാണ് പിന്നെ നമുക്ക് ഒരു ഇംബാലൻസ് വരുമ്പോൾ എങ്ങനെ കറക്റ്റ് ചെയ്യാന്ന് പഠിക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് നോർമൽ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂ എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ ഇത്രയും നേരം നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ആസിഡിൻ്റെയും ബേസിൻ്റെയും ഇംബാലൻസ് ബഫേഴ്സ് രൂപപ്പെട്ട് അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതൊക്കെയാണ് പഠിച്ചത്. ഇനി നമുക്ക് കണ്ടീഷനിലോട്ട് പോകാം അല്ലെ? ഡിസീസ് കണ്ടീഷനിലോട്ട് പോകാം. നമുക്ക് ഉപയോഗപ്പെടുന്ന, നമ്മുടെ എക്സാമിനൊക്കെ ഉപയോഗപ്പെടുന്ന, നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണിത്. ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂ, നമ്മുടെ ആർട്ടറിയിലുള്ള ബ്ലഡിലെ ഗ്യാസിൻ്റെ അളവുകളെ പറ്റിയാണ് നമുക്ക് നോക്കേണ്ടത്. ഇത് എന്ത് ചെയ്യണം? നമ്മൾ കാണാതെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കണം. ഈ വാല്യൂസ് അറിയാമെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റൂ, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റൂ അല്ലേ? ആസിഡ് ബേസ് ഇംബാലൻസുമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതുണ്ടെങ്കിൽ അറിയെങ്കിൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. ആർട്ടീരിയൽ ബ്ലഡിൽ pH എത്രയാണ്? അപ്പം നോർമൽ ആർട്ടീരിയൽ ബ്ലഡ് pH എന്ന് പറയുന്നത് 7.35 to 7.45. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 35 to 45 mmHg. Bicarbonate 21 to 28 milliequivalent per liter. Partial pressure of oxygen 80 to 100. ഇനി വീനസ് ബ്ലഡ് ഗ്യാസ് വാല്യൂ. വീനസ് എന്ന് പറയുമ്പോൾ വെയിൻസിലെ ബ്ലഡ് ഗ്യാസ് വാല്യൂ ഏതൊക്കെയാണ്? വെയിൻസിലെ ബ്ലഡിലെ pH എന്ന് പറയുന്നത് 7.31 to 7.41. സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഇനി വെയിനിലെ ഓക്സിജന്റെ പ്രഷർ എന്ന് പറയുന്നത് 40 to 50 mmHg. വീനസ് ബ്ലഡ് ആകുമ്പോൾ നമുക്കറിയാം ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് അല്ലേ? ഓക്സിജൻ കുറവുള്ള ബ്ലഡ് ആണ്. അപ്പോൾ അതിന്റെ നോർമൽ വാല്യൂ 40 to 50 mmHg. ഈ വാല്യൂസ് കാണാതെ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റൂ. ഇതെല്ലാവരും നോട്ട് ചെയ്യുക, ഇതെല്ലാവരും എന്ത് ചെയ്യുക? ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. നമുക്കപ്പോൾ ഡിസീസ് കണ്ടീഷനിലേക്ക് കിടക്കാം.
എക്സാംസിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഡിസീസ് കണ്ടീഷൻസ് വെച്ചിട്ടാണ് അല്ലേ. നമ്മുടെ എക്സാം നമുക്ക് അതാണല്ലോ നഴ്സസ് അതാണല്ലോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അല്ലേ, ഡിസീസ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ടീഷനിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി അസിഡോസിസ്. അതായത് റെസ്പിറേറ്ററി അസിഡോസിസ് എന്ന് പറയുമ്പോൾ, റെസ്പിറേറ്ററി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ലങ്സിൻ്റെ മെക്കാനിസവും ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നു. ലങ്സിൽ എന്തുണ്ടാവുന്നു? അസിഡോസിസ് കണ്ടീഷൻ ഉണ്ടാവുന്നു. ലങ്സ് കാരണം, അതായത് നമ്മൾ പഠിച്ചു ലങ്സിന് ബഫറിങ് ആക്ഷൻ ഉണ്ടല്ലേ. നമ്മുടെ ആസിഡ് ബേസ് ഒരു ഇംബാലൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ തൊട്ട് മുമ്പേ പഠിച്ചില്ലേ, അസിഡോസിസിലും ആൽക്കലോസിസിലും ലങ്സ് എങ്ങനെയാണ് ഇടപെടുന്നത്, ലങ്സിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് ബോഡി നോർമൽ ആസിഡ് ബേസ് ബാലൻസ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു. അപ്പോൾ ലങ്സിനുണ്ടാകുന്ന എന്തെങ്കിലും അസുഖങ്ങൾ, ലങ്സിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തുണ്ടാക്കും? ബോഡിയിൽ ആസിഡ് ബേസ് ഇംബാലൻസ് ഉണ്ടാക്കും. അതായത് ആസിഡും ബേസും ഒരു നോർമൽ പ്രോഡക്റ്റ്സ് ആണല്ലേ. നമ്മുടെ ബോഡിയിൽ നോർമലായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ ആസിഡും ബേസും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത് നോർമലായിട്ട് തന്നെ ലങ്സിലൂടെയും കിഡ്നിയിലൂടെയും നേരത്തെ നമ്മൾ പഠിച്ച മെക്കാനിസത്തിലൂടെയൊക്കെ അത് ന്യൂട്രലൈസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബഫറിങ് ആക്ഷനിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അതായത് ലങ്സിനോ കിഡ്നിക്കോ നമ്മുടെ ഹീമോഗ്ലോബിൻ അളവിനോ പ്ലാസ്മ പ്രോട്ടീൻസിനോ ഏതൊക്കെ സിസ്റ്റംസ് ആണോ ഇത് ന്യൂട്രലൈസ് ചെയ്യാൻ സഹായിക്കുന്നത്, അവയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ബോഡിയെ ഹാനികരമായിട്ട് ബാധിക്കും. അതൊരു ഇംബാലൻസ് ആയിട്ട് മാറും അല്ലേ. അങ്ങനെ വരുന്ന ആദ്യത്തെ കണ്ടീഷനാണ് റെസ്പിറേറ്ററി അസിഡോസിസ്. അപ്പോൾ തന്നെ പേരിലൂടെ മനസ്സിലാക്കിക്കോ, നമ്മുടെ ലങ്സിന് എന്തോ പറ്റിയിട്ടുണ്ട്. ലങ്സിന് പഴയതുപോലെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആസിഡ് ബേസിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തൊക്കെയാണെന്ന് നോക്കാം. pH കുറയുന്നു. നോർമലാണ് അറിയാമല്ലോ, ആസിഡോസിസ് കണ്ടീഷൻ ആകുമ്പോൾ നമ്മുടെ pH കുറയുന്നു. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നോർമൽ 35 to 45 mm of Hg ആണ്. പക്ഷേ റെസ്പിറേറ്ററി അസിഡോസിസ് കണ്ടീഷനിൽ നമ്മുടെ പാരാമീറ്റർ മാറിപ്പോയി. ഏതാണ്? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു. ഇത് രണ്ടും ഓർമ്മയിൽ വെച്ചേക്കുക. അപ്പോൾ നമുക്കറിയാം അസിഡോസിസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ആസിഡ് കൂടുതലാണ് അല്ലേ. നോർമലായിട്ട് ബോഡിയിൽ അസിഡോസിസ് ഉണ്ടാകുമ്പോൾ ലങ്സ് എന്താ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ തൊട്ട് മുമ്പിലോട്ടുള്ളത് സ്ക്രോൾ ചെയ്ത് നോക്കി കാണുക, ഒന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മുടെ ആസ്മ, അറ്റ്ലെക്ടാക്സിസ്, ബ്രെയിൻ ട്രോമ, ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കിയെക്ടാസിസ്, CNS ഡിപ്രസൻറ്റ് അതായത് ഒപ്പിയോയിഡ്സ്, ഹൈപ്പോ വെന്റിലേഷൻ, എംഫിസിമ, പൾമണറി എഡിമ, എംബോളൈ, ഈ അവസ്ഥകളൊക്കെ ലങ്സിനുണ്ടാകുന്ന ഡിസീസ് കണ്ടീഷൻസ് ആണ് അല്ലേ. ആസ്മ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ വിൻഡ് പൈപ്പ് ചുരുങ്ങുന്നു. അറ്റ്ലെക്ടാക്സിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൽവിയോളൈ കൊളാപ്സ് ആവുന്നു. ബ്രെയിൻ ട്രോമ എന്ന് പറയുമ്പോൾ ഹെഡ് ഇഞ്ചുറി, ആക്സിഡൻറ്റിൽ എന്തെങ്കിലും ആയിട്ട് നമ്മുടെ ബ്രെയിനിന് ട്രോമ ഇഞ്ചുറി വരുമ്പോൾ അത് റെസ്പിറേറ്ററി അതായത് നമ്മുടെ റെസ്പിറേറ്ററി സെൻറ്ററിനെ എന്ത് ചെയ്യുന്നു? ഡിപ്രസ് ചെയ്യിപ്പിക്കുന്നു. ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കയ്ക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ്. ബ്രോങ്കിയെക്ടാക്സിസ് അതും എന്താണ്? ബ്രോങ്കൈ എന്ത് ചെയ്യുന്നു? ഡയലേറ്റ് ചെയ്ത് ഇൻഫ്ലെയിം ചെയ്ത് വരുന്ന അവസ്ഥ. CNS ഡിപ്രസൻറ്റ്, നമ്മുടെ ചില പേഷ്യൻറ്റിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒപ്പിയോയിഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഫെൻറ്റനൈലും പിന്നെ അങ്ങനെയുള്ള സെഡേറ്റീവ്സ് ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യാറുണ്ടല്ലേ. അത് കാരണം എന്ത് ചെയ്യുന്നു? CNS ഡിപ്രസൻറ്റ്, അതായത് റെസ്പിറേറ്ററി സെൻറ്റർ ഡിപ്രസ് ആയി പോകുന്നു. പിന്നെ ഹൈപ്പോ വെന്റിലേഷൻ നടക്കുന്നു അല്ലേ. ഹൈപ്പോ വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ വെന്റിലേഷൻ്റെ അളവ് കുറയുന്നു, അതായത് നമ്മുടെ ബ്രീത്ത് എടുക്കുന്നതിൻ്റെ അളവ് കുറയുന്നു. എംഫൈസിമ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ബോഡിയിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, അതായത് COPD പോലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നു. പൾമണറി എഡിമ, അതായത് നമ്മുടെ അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ഏതാണ്? നമ്മുടെ പൾമണറി ടിഷ്യൂസിൽ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുന്ന അവസ്ഥ. പൾമണറി എംബോളൈ അറിയാലോ, നമ്മുടെ പൾമണറി ആർട്ടറിയിൽ ഉണ്ടാകുന്ന ബ്ലഡ് ക്ലോട്ടാണ് എംബോളൈ. അപ്പോൾ ഈ ചില സിറ്റുവേഷൻസിൽ ലങ്സിനുണ്ടാകുന്ന ഈ അസുഖങ്ങൾ അല്ലേ, പല കാരണത്താവാം. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ ഇഞ്ചുറി ആവാം, വേറെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാവാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി സെൻറ്ററിനെ ഡയറക്റ്റായിട്ട് ഡിപ്രസ് ചെയ്യാം. അതാണ് CNS ഡിപ്രസൻ്റ് എന്ന് പറയുന്നത്. അതല്ലാതെ തന്നെ നമ്മുടെ വിൻഡ് പൈപ്പിനെ ഒബ്സ്ട്രക്ട് ചെയ്യാം. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? പ്രോപ്പർ വെന്റിലേഷൻ നടക്കുമോ? ഇല്ല. നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോവുകയും ഓക്സിജൻ അകത്തോട്ട് വരുന്നുള്ള നോർമൽ പ്രോസസ്സ് ഇല്ലേ, ആ നോർമൽ പ്രോസസ്സ് നടക്കുമ്പോഴാണ് ശരിക്കും ആസിഡ് ബേസ് ബാലൻസ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഡിസീസ് കണ്ടീഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ നോർമൽ ഒരു പാത്തിൽ ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ എന്ത് പറ്റുന്നു? ഈ ലങ്സിൽ തന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാപ്പ് ചെയ്യപ്പെടും അല്ലേ. ലങ്സിനുള്ളിൽ തന്നെ
കെട്ടിക്കിടക്കും. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ കാർബോണിക് ആസിഡ് നേരത്തെ പഠിച്ച മെക്കാനിസം പോലെ കാർബോണിക് ആസിഡ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതായത് നോർമലായിട്ട് വെന്റിലേഷൻ നടന്നാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, കാർബോണിക് ആസിഡിനെ റെഡ്യൂസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് പുറത്തു പോവുള്ളൂ. പക്ഷേ ഇത് അങ്ങനെ ഒരു പ്രോസസ്സ് ഇവിടെ ഈ ഒബ്സ്ട്രക്ഷൻ കാരണം, ഈ പൾമണറി ട്രാക്റ്റിലെ ഒബ്സ്ട്രക്ഷൻസ് കാരണം നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ കാർബോണിക് ആസിഡിന്റെ അളവ് എന്ത് ചെയ്യുന്നു, ബോഡിയിൽ കൂടുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഈ റെസ്പിറേറ്ററി അസിഡോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകുന്നത്. ഇനി എന്തൊക്കെയാണ് നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ്സ് എന്ന് നോക്കാം. നമുക്ക് ആദ്യം ആ കോസിനെ ട്രീറ്റ് ചെയ്യണം അല്ലേ. ആസ്മ ഉണ്ടാകുന്നെങ്കിൽ ആസ്മയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ്, ആൻറ്റിബയോട്ടിക്സും പിന്നെ നമ്മുടെ ഓക്സിജൻ സപ്പോർട്ട് ഒക്കെ കൊടുത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ പേഷ്യൻറ്റിനെ സ്റ്റേബിൾ ആക്കുന്നു. പേഷ്യൻറ്റിന് പൊസിഷൻ കൊടുക്കുന്നു, സെമി ഫൗളേഴ്സ് പൊസിഷൻ. എന്തിനാണ്, നമ്മുടെ ബ്രീത്തിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അല്ലേ, ബ്രീത്തിങ് ഈസിയർ ആക്കാൻ വേണ്ടി. പിന്നെ ഫ്ലൂയിഡ് ഇൻടേക്ക് കൊടുക്കുന്നു. ഫ്ലൂയിഡ് ഇൻടേക്ക് എന്തിനാണ്, നമ്മുടെ കഫും ഒക്കെ, നമ്മുടെ ഫ്ലൂയിഡ്സ് ഇല്ലേ, മ്യൂക്കസ് ഒക്കെ തിന്നായി പോകാൻ വേണ്ടിയിട്ട് ഫ്ലൂയിഡ് കൊടുക്കുന്നു. ഫ്ലൂയിഡ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മ്യൂക്കസ് ഒക്കെ തിന്നായിട്ട് പെട്ടെന്ന് കഫ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റുന്നു. അതായത് ഈ എയർവേ പൈപ്പ് ബ്ലോക്ക് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും അല്ലേ. പിന്നെ റെസ്പിറേറ്ററി ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത്, അതെല്ലാം നമുക്ക് കൊടുക്കാം. പിന്നെ ഈ ഒരു നമ്മുടെ ഈ CNS ഡിപ്രസൻ്റ് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അളവൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ CNS ഡിപ്രസൻ്റ് ഒക്കെ കൊടുത്തിരിക്കുന്ന പേഷ്യൻറ്റിന് എന്ത് ചെയ്യുന്നു, റെസ്പിറേറ്ററി സിസ്റ്റം നമ്മുടെ ബ്രെയിനിലെ റെസ്പിറേറ്ററി സെൻറ്റർ എന്ത് ചെയ്യുന്നു, ഡിപ്രസ് ആയി പോകുന്നു. അങ്ങനെ വരുമ്പോൾ നോർമലായിട്ടുള്ള ബ്രീത്തിങ് നടക്കത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഏത് കണ്ടീഷനിലാണ്, റെസ്പിറേറ്ററി അസിഡോസിസിൽ. പിന്നെ നമുക്ക് ബ്ലഡിലെ ബ്ലഡ് ഗ്യാസ് വാല്യൂ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അതിലൂടെ മാത്രമേ ബ്ലഡിൽ എത്രയാണ് ഇപ്പോൾ ഉള്ള നിലവിലുള്ള ബ്ലഡ് ഗ്യാസ് വാല്യൂ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ABG ചെയ്യണം. ABG ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് ഒരു നോർമൽ വാല്യൂസ് കണ്ടില്ലേ, അതുമായിട്ട് ABG കമ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ ഇപ്പോൾ എന്ത് കണ്ടീഷനാണ്, pH എത്രയാണ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, എല്ലാ വാല്യൂസും ആ ABG റിപ്പോർട്ടിൽ നമുക്ക് കിട്ടും അല്ലേ. അതിനനുസരിച്ച് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. ഏത് കണ്ടീഷനിൽ, റെസ്പിറേറ്ററി അസിഡോസിസിൽ. അപ്പോൾ ക്വസ്റ്റ്യൻ മിക്കവാറും വരുന്നത് എപ്പോഴും പേഷ്യൻ്റ് ഈസ് അഡ്മിറ്റഡ് വിത്ത് ദ കംപ്ലൈൻസ് ഓഫ് ആസ്മ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, അങ്ങനെ 1-2 ഡിസീസ് കണ്ടീഷനൊക്കെ എന്ത് ചെയ്തു ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും പിന്നെ വാല്യൂസ് ഒക്കെ വന്നിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഈ ഡിസീസ് കണ്ടീഷൻസ് നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. പിന്നെ ഈ പേര് വെച്ചിട്ട് തന്നെ നമുക്ക് കിട്ടും അല്ലേ. അസിഡോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽക്കലോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യുന്നു, പേര് വെച്ചിട്ട് തന്നെ കിട്ടും. അതും ഓർത്തിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ വഴിയേ ചെയ്യാം. അപ്പോൾ പിടി കിട്ടും കേട്ടോ. കണ്ടീഷൻ നോക്കാം. നമ്മൾ തൊട്ട് മുമ്പേ നോക്കിയത് റെസ്പിറേറ്ററി അസിഡോസിസ് ആയിരുന്നു. ഇനി എന്താണ് റെസ്പിറേറ്ററി ആൽക്കലോസിസ്? അപ്പോൾ പേരിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, റെസ്പിറേറ്ററി എന്ന് പറയുമ്പോൾ അത് ലങ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആൽക്കലോസിസ് എന്ന് പറയുമ്പോൾ അവിടെ ബൈകാർബണേറ്റിൻ്റെ അളവ് കൂടുന്നു. ബൈകാർബണേറ്റിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ pH എന്താണ്, കൂടുതലായിരിക്കും. അപ്പോൾ ഓവർ സ്റ്റിമുലേഷൻ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ആണ് ഒരു കാരണം. നമ്മൾ മറ്റതിൽ പഠിച്ചു, ഇതിൽ റെസ്പിറേറ്ററി അസിഡോസിസിൽ പഠിച്ചു, പ്രോപ്പറായിട്ട് എന്താണ് എയർ എക്സ്ചേഞ്ച് നടക്കുന്നില്ല. അതായത് എയർവേയിൽ എന്തെങ്കിലും ഒരു ബ്ലോക്കേജോ പിന്നെ അങ്ങനത്തെ ഉള്ള എയർവേ വെന്റിലേഷൻ നടക്കാതെ വരുന്ന ഡിസീസ് കണ്ടീഷനിലോ എയർ ഉള്ളിൽ ട്രാപ്പായിട്ടാണ് കാർബോണിക് ആസിഡ് ഇൻക്രീസ് ചെയ്ത് എന്ത് പറ്റുന്നു, ആസിഡ് കണ്ടന്റ് കൂടുന്നു അല്ലേ. പക്ഷേ റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്ന് പറയുമ്പോൾ ലങ്സിൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഓവർ സ്റ്റിമുലേഷൻ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ആയിട്ട് നമ്മുടെ ബ്രീത്തിങ്ങിൻ്റെ ഒരു പാറ്റേൺ കൂടുന്നു. അതായത് റെസ്പിറേറ്ററി റേറ്റും ഡെപ്തും ഒക്കെ എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഏതൊക്കെ കണ്ടീഷനിലാണ് അങ്ങനെ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഓവർ സ്റ്റിമുലേഷൻ വരുന്നതെന്ന് നോക്കാം. ഫീവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെറ്റബോളിക് സ്റ്റേറ്റ്, അതായത് എന്തെങ്കിലും ഒരു ബാക്ടീരിയയുടെയോ എന്തെങ്കിലും ഒരു എന്താണ് മൈക്രോബിയൽ ഇൻഫെക്ഷൻ കാരണമാണ് നമുക്ക് ഫീവർ വരുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ ബോഡി നോർമലായിട്ട് അതിൻ്റെ മെറ്റബോളിസം കൂടുന്നു അല്ലേ. അപ്പോൾ മെറ്റബോളിസം കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ഓവറായിട്ട് സ്റ്റിമുലേറ്റ് ആയിട്ട് റെസ്പിറേറ്ററി റേറ്റും ഡെപ്തും ഒക്കെ കൂടുന്നു. പിന്നെ ഹൈപ്പർ വെന്റിലേഷൻ നമുക്കറിയാം, അതായത്
എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഔട്ടേക്ക് എക്സൈൽ ചെയ്യുന്നു, പുറത്തേക്ക് എക്സൈൽ ചെയ്യുന്നു ഹൈപ്പർ വെന്റിലേഷൻ സമയത്ത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഉള്ളിൽ നിന്നാൽ മാത്രമേ ആസിഡ് ഫോം ചെയ്തിട്ട് ഈ ആൽക്കലോസിസ് കണ്ടീഷനെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഹൈപ്പർ വെന്റിലേഷൻ സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ കാർബൺ ഡൈ ഓക്സൈഡ് എക്സസ് ആയിട്ട് പുറത്തോട്ട് പോകുന്നത് കൊണ്ട് ബോഡിയിൽ ആസിഡിന്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. അതാണ് ആൽക്കലോസിസ് കണ്ടീഷനായിട്ട് പിന്നീട് മാറുന്നത്. ഇനി ഹൈപ്പോക്സിയ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, റെസ്പിറേറ്ററി സെന്ററിൽ, അതായത് ബ്രെയിൻ സ്റ്റെമ്മിലുള്ള റെസ്പിറേറ്ററി സെന്ററിൽ എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേഷൻ ഉണ്ടായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് കൂട്ടാൻ കാരണമാകുന്നു. അതായത് ബോഡി ഡിറ്റക്ട് ചെയ്യാണ് ബോഡിയിൽ ഓക്സിജന്റെ അളവ് കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ നോർമലായിട്ട് എവിടെ അതിന്റെ ഇൻഫർമേഷൻ എത്തും, ബ്രെയിൻ സ്റ്റെമ്മിൽ നമ്മുടെ റെസ്പിറേറ്ററി സെന്ററിൽ എത്തുന്നു. ആ സമയത്ത് നോർമൽ മെക്കാനിസം എന്നുള്ള രീതിയിൽ ബോഡി എന്ത് ചെയ്യുന്നു, റെസ്പിറേറ്ററി റേറ്റ് കൂട്ടുന്നു. ആ സമയം റെസ്പിറേഷൻ ഒരുപാടായി കഴിഞ്ഞാലും കാർബൺ ഡൈ ഓക്സൈഡ് ഒരുപാട് പുറത്തു പോവും, ആസിഡിന്റെ അളവ് ഉണ്ടാവില്ല, ആസിഡ് ഉണ്ടാവില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു, ആൽക്കലോസിസ് കണ്ടീഷൻ ആവുന്നു. ഇനി മെക്കാനിക്കൽ വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പേഷ്യൻറ്റിന് നല്ല കറക്റ്റുള്ള അല്ലാത്ത രീതിയിൽ ഓക്സിജനും പിന്നെ എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ടൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു അല്ലേ, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ എന്തെങ്കിലും ഒരു ബൈ മിസ്റ്റേക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മെക്കാനിക്കൽ വെന്റിലേഷനിലൂടെ ഒരുപാട് ഓക്സിജൻ പേഷ്യൻറ്റിന് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നോർമലായിട്ടൂടെ കുറയുന്നു അല്ലേ. അങ്ങനെ ആവുമ്പോഴും റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഉണ്ടാവുന്നു. പിന്നെ കുറച്ച് വേറെ റീസൺസ് ഉണ്ട്. നമ്മുടെ ആങ്സൈറ്റി, പിന്നെ ഹിസ്റ്റീരിയ, അങ്ങനെയുള്ള കണ്ടീഷൻ, ന്യൂറോളജിക്കൽ സൈക്കോ ന്യൂറോസിസ് കണ്ടീഷൻസിലൊക്കെയും ഈ റെസ്പിറേറ്ററി റേറ്റ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. അതും എന്ത് ചെയ്യുന്നു, റെസ്പിറേറ്ററി ആൽക്കലോസിസിന് കാരണമാകുന്നു. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം പേഷ്യൻറ്റിന്, നമ്മുടെ വൈറ്റൽ സയൻസ് ഒക്കെ നോക്കുക, റെസ്പിറേറ്ററി ഡിസ്ട്രസിൻ്റെ സിംറ്റംസ് ഒക്കെ നോക്കുക, പിന്നെ എന്ത് ചെയ്യാം, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ, ഹൈപ്പർ വെന്റിലേഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് ഒരുപാട് ശ്വാസം എടുത്ത് പേഷ്യൻ്റ് കുഴഞ്ഞു വീഴുന്നു, അങ്ങനെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉള്ളവരുണ്ട് അല്ലേ. അങ്ങനെയുള്ളവർക്ക് അങ്ങനത്തെ സപ്പോർട്ട് കൊടുക്കുക. പിന്നെ ബ്രീത്തിങ് ടെക്നിക്കൊക്കെ പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുക, അതായത് എക്സസ് ആയിട്ട് പിന്നെ ബ്രീത്ത് എടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ വെന്റിലേറ്റർ ഉള്ള പേഷ്യൻറ്റിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രീത്ത് എടുക്കാനായിട്ട് പേഷ്യൻറ്റിന് എക്സ്റ്റേണലായിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ, പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എപ്പോഴും മോണിറ്റർ ചെയ്യുക. നമ്മുടെ പീപ്പും പിന്നെ പാർഷ്യൽ പ്രഷർ എല്ലാം എന്ത് ചെയ്യുന്നു, വെന്റിലേറ്റർ സെറ്റിംഗ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുക. പേഷ്യൻ്റ് എത്രത്തോളം എയർ എടുക്കുന്നുണ്ട്, എത്രത്തോളം പുറത്തു വിടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അസിസ്റ്റ് ചെയ്യുക, ചെക്ക് ചെയ്യുക. പിന്നെ എന്താണ്, പ്രോപ്പർ പൊസിഷൻ കൊടുക്കുക പേഷ്യൻറ്റിന്. ഫീവർ ആണെങ്കിൽ ഫീവറിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുക. അങ്ങനെ സിസ്റ്റം ബേസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ റെസ്പിറേറ്ററി പ്രോബ്ലം എന്ത് ചെയ്യുന്നു, കുറയുന്നു. അങ്ങനെ വരുമ്പോൾ നോർമലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ബോഡിയിൽ റിട്ടൈൻ ചെയ്യുന്നു, കാർബോണിക് ആസിഡ് ഡെവലപ്പ് ചെയ്യുന്നു, ആൽക്കലോസിസിന് എന്ത് ചെയ്യാൻ പറ്റും, ബീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് എന്ത്, റെസ്പിറേറ്ററി ആൽക്കലോസിസ് കണ്ടീഷൻ. ഇനി നമുക്ക് മെറ്റബോളിക് അസിഡോസിസ് കണ്ടീഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പേരിൽ നിന്ന് മനസ്സിലാക്കുക. റെസ്പിറേറ്ററി നമ്മൾ മനസ്സിലാക്കി, അത് ലങ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾക്കായിരിക്കും കൂടുതൽ റെസ്പിറേറ്ററി കണ്ടീഷൻ വരുന്നത് അല്ലേ. മെറ്റബോളിക് അസിഡോസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നോർമലായിട്ട് നടക്കുന്നതാണ് ഒരു പ്രവർത്തനമാണ് മെറ്റബോളിസം അല്ലേ. നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ ആയാലും ഫാറ്റിൻ്റെ ആയാലും പ്രോട്ടീൻസിൻ്റെ ആയാലും ഒക്കെ കൺസ്ട്രക്ഷനും നടക്കുന്നുണ്ട്, ഡിസ്ട്രക്ഷനും നടക്കുന്നുണ്ട്. ആ ഒരു പ്രവർത്തനങ്ങളാണ് മെറ്റബോളിസത്തിൽ വരുന്നത് അല്ലേ. മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ടാണ് നോർമലായിട്ട് ബോഡിയിൽ ആസിഡ്സും ബേസസും വാട്ടറും ഒക്കെ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ എന്താണ് മെറ്റബോളിക് കണ്ടീഷനിൽ മെറ്റബോളിക് അസിഡോസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. അസിഡോസിസ് ബൈ ദ നെയിം ഇറ്റ് സെൽഫ്, പി എച്ച് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പം നമുക്ക് എല്ലാ കണ്ടീഷനിലും നമ്മുടെ പി എച്ച് വെച്ചിട്ടാണ് നമ്മളതിനെ എന്ത് ചെയ്യുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇനി മെറ്റബോളിക് ആകാനുള്ള കാരണങ്ങൾ. മെറ്റബോളിക് എന്ന് പറയുമ്പോൾ അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കും, നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കും. നമുക്ക് നോക്കാം, ഡയബറ്റിക് മെലിറ്റസ് ഓർ ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്. അതായത് ഡയബറ്റിക് മെലിറ്റസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു, ചില സമയത്ത് ഇൻസഫിഷ്യൻ്റ് ആയിട്ട് എന്തായിരിക്കും, ഇൻസുലിൻ ഉണ്ടാവും അല്ലേ. ഇൻസുലിൻ്റെ അളവ് എപ്പോഴായിരിക്കും, ചില സമയത്ത് കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഫാറ്റിൻ്റെ മെറ്റബോളിസം കൂടും. അതായത് ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് പേഷ്യൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാർബോഹൈഡ്രേറ്റിനെ നോർമലായിട്ട് മെറ്റബോളിസത്തിന് എന്ത് വേണം, ഇൻസുലിൻ വേണം. അപ്പോൾ ഇൻസുലിൻ ഇല്ലാതിരിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസം നടക്കില്ല. ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ഫാറ്റിൻ്റെ മെറ്റബോളിസം, കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസം നടന്നില്ലെങ്കിൽ നെക്സ്റ്റ് എന്തിലോട്ടാണ് പോകുന്നത്, ഫാറ്റിൻ്റെ മെറ്റബോളിസത്തിലോട്ടാണ് പോകുന്നത്.
ഫാറ്റിൻ്റെ മെറ്റബോളിസത്തിൽ നടക്കുന്നു. ഫാറ്റിൻ്റെ മെറ്റബോളിസത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഏത് കീറ്റോൺ ബോഡീസ് ബോഡിയിൽ അടിഞ്ഞുകൂടുന്നു. കീറ്റോൺ ബോഡീസും പിന്നെ ആ മെറ്റബോളിസത്തിൻ്റെ ഫലമായിട്ട് തന്നെ കുറച്ച് ആസിഡ്സും എന്ത് ചെയ്യുന്നു? ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ഈ കാരണത്തോട് തന്നെ എന്ത് ചെയ്യുന്നു? ബോഡിയിൽ അസിഡോസിസ് കണ്ടീഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഇൻസുലിൻ ഡെഫിഷ്യൻസി. പേഷ്യൻറ്റിന് ബോഡിയിൽ അഡിക്വേറ്റ് എമൗണ്ടിൽ ഇൻസുലിൻ ഇല്ലാതെ ഇരിക്കുമ്പോൾ അത് ഡയബറ്റിക് കീറ്റോ അസിഡോസിസിലോട്ട് പോകുന്നു. ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്, കീറ്റോൺ ബോഡീസും അതിൻ്റെ കൂടെ ആസിഡ്സും ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അസിഡോസിസ് കണ്ടീഷനിലേക്ക് പോകുന്നു. അതൊരു മെറ്റബോളിസത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത് കൊണ്ട് നമ്മളതിനെ മെറ്റബോളിക് അസിഡോസിസ് എന്ന് പറയുന്നു. ഇപ്പോൾ ഡയബറ്റിക് മെലിറ്റസ് ആദ്യത്തെ ഒരു കാരണമാണ് ഇതുണ്ടാവാനായിട്ട്. ഇനി അസറ്റൈൽ സാലിസിലിക് ആസിഡ്. എന്താണ് അസറ്റൈൽ സാലിസിലിക് ആസിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഹൈഡ്രജൻ അയോണിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട് ഈ അതായത് അസറ്റൈൽ സാലിസിലിക് ആസിഡ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ആസ്പിരിൻ അങ്ങനെ ഉള്ള ഡ്രഗ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? സാലിസിലിക് ആസിഡ് കണ്ടെയ്ൻ ആയിട്ടുള്ള ഡ്രഗ്സ് കഴിക്കുന്നത് മൂലം എന്ത് ചെയ്യുന്നു? മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടാവുന്നു. എന്താണ് കാരണം? അസറ്റൈൽ സാലിസിലിക് ആസിഡിൽ H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. H+ അയോൺസ് എന്ന് പറയുമ്പോൾ എന്താണത്? ആസിഡാണ് അല്ലേ? അപ്പോൾ ആസിഡിന്റെ അളവ് നമ്മൾ നോർമലായിട്ട് നമ്മുടെ ബോഡിയിൽ കൂടാനായിട്ട് ഈ ഡ്രഗ്സ് കാരണമാവുന്നു. ഇനി ഹൈ ഫാറ്റ് ഡയറ്റും സെയിം കണ്ടീഷനിലാണ്. നമ്മൾ ഡയബറ്റിക് മെലിറ്റസിൽ പറഞ്ഞ പോലെ തന്നെ ഫാറ്റിന്റെ മെറ്റബോളിസം എന്ത് ചെയ്യുന്നു? റാപ്പിഡായിട്ട് നടക്കുമ്പോൾ ഫാറ്റിന്റെ മെറ്റബോളിസം എന്ന് പറയുന്നത് കുറച്ച് വലിയ മെറ്റബോളിസം ആണല്ലേ? അപ്പോൾ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? കീറ്റോൺസും ആസിഡ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഹൈ ഫാറ്റ് ഡയറ്റ് നമ്മൾ കഴിക്കുന്നത് മൂലം, ഫാറ്റ് കൂടിയ ഡയറ്റ് കഴിക്കുന്നത് മൂലം മെറ്റബോളിസം കൂടുന്നു. തൽഫലമായിട്ടുണ്ടാകുന്ന ആസിഡിനും എന്ത് ചെയ്യുന്നു? കീറ്റോൺ ബോഡിയൊക്കെ കൂടുതലായിരിക്കും ബോഡിയിൽ. ഹൈ ഫാറ്റ് ഡയറ്റ് ഒരു കാരണമാകുന്നു. പിന്നെ ലാക്റ്റിക് ആസിഡോസിസ് നമുക്കറിയാം. കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസം നടക്കാതെ വരുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാകുന്നത്? ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുന്നത് അല്ലേ? കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസം സഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഏത് കാരണത്തിലാണ് നടക്കുന്നത്? നമ്മുടെ ബോഡിയിൽ ഓക്സിജന്റെ അളവ് കുറയുന്നു അല്ലേ? ചില സമയത്ത് ബോഡിയിൽ കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസത്തിന് ഓക്സിജനും ആവശ്യമാണ്. അപ്പോൾ ബോഡിയിൽ എപ്പോഴെങ്കിലും ഓക്സിജന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസം സഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ബോഡിയിൽ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ലാക്റ്റിക് അസിഡോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഫിസിയോളജിയിലോട്ട് പോകണമെന്നില്ല. നിങ്ങൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ മാൽന്യൂട്രീഷനിലും സംഭവിക്കുന്നത് അതാണ് അല്ലേ? അതായത് കാർബോഹൈഡ്രേറ്റ് മാൽന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഫസ്റ്റ് ഷുഗർ ഓഫ് മെറ്റബോളിസം കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലേ? ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ അത് നമ്മുടെ മാൽന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആഹാരമേ കഴിക്കുന്നില്ല അല്ലേ? അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റിനെ മെറ്റബോളിസം ചെയ്യാൻ തുടങ്ങും. ഫാറ്റ് മെറ്റബോളിസം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? കീറ്റോൺ ബോഡീസ് ഡെവലപ്പ് ചെയ്യുന്നു. അത് പിന്നെ മെറ്റബോളിക് അസിഡോസിസ് ആയിട്ട് മാറുന്നു. റീനൽ ഇൻസഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബോഡിയിൽ കിഡ്നിക്ക് എന്തെങ്കിലും അസുഖം സംഭവിക്കുമ്പോൾ ബോഡിയിൽ എന്ത് അക്യൂമുലേറ്റ് ചെയ്യുന്നു? നമ്മുടെ പ്രോട്ടീൻ മെറ്റബോളിസം, യൂറിയ, ക്രിയാറ്റിൻ അങ്ങനെയുള്ള സംഭവങ്ങൾ, പ്രോട്ടീൻ മെറ്റബോളിസത്തിന്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് എല്ലാം കൂടി അക്യൂമുലേറ്റ് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു? നമ്മുടെ ആസിഡിനെ മെറ്റബോളിസത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണല്ലോ ആസിഡ്. അപ്പോൾ റീനൽ വഴി കറക്റ്റായിട്ട് അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ആസിഡിന്റെ അളവ് ബോഡിയിൽ കൂടുതലായിരിക്കും. കാരണം കിഡ്നിക്ക് നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ പ്രധാന പങ്കുണ്ടല്ലേ ആസിഡ് ബേസ് ഇംബാലൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ കിഡ്നിക്ക് തന്നെ പ്രോബ്ലം ആയിക്കഴിഞ്ഞാൽ നോർമലായിട്ട് ഈ ആസിഡിന്റെ അളവ് കൂടുതലായിരിക്കും. അങ്ങനെ അത് മെറ്റബോളിക് കണ്ടീഷനിലേക്ക് പോകുന്നു. അടുത്തത് സിവിയർ ഡയേറിയ സംഭവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഡയേറിയ വരുമ്പോൾ നമ്മുടെ ലോസ് ഓഫ് ബേസ് അതല്ലേ? നമ്മുടെ ആൽക്കലൈൻ നേച്ചർ കുറയും. നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ആൽക്കലൈൻ നേച്ചർ വരുന്ന സബ്സ്റ്റൻസ് ഉള്ളത് GI ട്രാക്റ്റിലാണ്. അപ്പോൾ നമ്മുടെ ഡയറിയ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ആൽക്കലൈൻ നേച്ചറുള്ള സാധനങ്ങളെല്ലാം, അതായത് നമ്മുടെ സ്റ്റൂൾ എന്ത് ചെയ്യുന്നു? ലൂസ് സ്റ്റൂളായിട്ട് പാസ് ചെയ്യുമ്പോൾ എല്ലാ ആൽക്കലൈൻ കണ്ടന്റും അതിലൂടെ നഷ്ടപ്പെടുന്നു. ആൽക്കലൈൻ കണ്ടന്റിന്റെ അളവ് കുറയുമ്പോൾ ആസിഡിന്റെ അളവ് എന്ത് ചെയ്യുന്നു? കൂടുതലായി കാണപ്പെടും. അങ്ങനെ അത് മെറ്റബോളിക് അസിഡോസിസ് ആയിട്ട് മാറും. ഇതാണ് എന്ത്? മെറ്റബോളിക്
അസിഡോസിസ്. ഈ മെറ്റബോളിക് കാരണങ്ങൾ, ഈ ഒരു റീസൺസ് ഉണ്ടല്ലോ, പേഷ്യൻറ്റിന് ഉണ്ടാകുന്ന റീസൺസ് ആലോചിച്ച് വയ്ക്കുക. കാരണം ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും ഈ റീസൺ എ പേഷ്യൻ്റ് അഡ്മിറ്റഡ് വിത്ത് ലാക്റ്റിക് അസിഡോസിസ് എന്ന് പറയുന്ന രീതിയിലായിരിക്കും തുടങ്ങുന്നത്. അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് വിത്ത് ഡയബറ്റിക് മെലിറ്റസ് ഫോർ 5 years 6 years, പേഷ്യൻ്റ് ഈസ് ടേക്കിംഗ് ഓറൽ ഹൈപ്പോഗ്ലൈസീമിക് ഏജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തുടങ്ങും. ചിലപ്പോൾ മെറ്റബോളിക് എന്ന് പറയില്ല. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും ഏത് കണ്ടീഷനാണ് പേഷ്യൻറ്റിൻ്റെ, റെസ്പിറേറ്ററി കണ്ടീഷനാണോ മെറ്റബോളിക് കണ്ടീഷനാണോ. അപ്പോൾ ഈ മെറ്റബോളിക് കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ മെറ്റബോളിക് ആൽക്കലോസിസിലോട്ട് പോവാം. എന്താണ് മെറ്റബോളിക് ആൽക്കലോസിസ്? ബൈ ദ നെയിം ഇറ്റ്സെൽഫ്, മെറ്റബോളിക്, ഡ്യൂ ടു മെറ്റബോളിക് റീസൺ, ഡ്യൂ ടു മെറ്റബോളിക് കണ്ടീഷൻ the body will develop alkalosis. Alkalosis means increasing the amount of bicarbonate. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ അവസ്ഥകളിലാണ് നമ്മുടെ ബോഡിയിൽ ബൈകാർബണേറ്റ് കൂടാൻ കാരണം. ബൈകാർബണേറ്റ് കൂടുക എന്ന് പറയുമ്പോൾ ആസിഡിൻ്റെ അളവ് കുറയുക എന്നൊരു മീനിങ്ങും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെ കണ്ടീഷനിലാണെന്ന് നോക്കാം. എക്സസീവ് എമൗണ്ട് ഓഫ് ഡയൂററ്റിക്സ്. നമ്മൾ ഡയൂററ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലൂയിഡോളിയം ഇൻക്രീസ് ആകുമ്പോൾ ബോഡിയിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ യൂറിൻ്റെ എമൗണ്ട് കൂട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളാണ് എന്ത്, ഡയൂററ്റിക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഡയൂററ്റിക്സ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ യൂറിൻ വാഷ് ഔട്ട് ആയി പോകുന്ന സമയത്ത് തന്നെ H+ അയോൺസും കൂടി യൂറിൻ്റെ കൂടി എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു. അപ്പോൾ H+ അയോൺസ് എന്ന് പറയുമ്പോൾ ആസിഡ്സ് ആണ് അല്ലേ. ആസിഡിൻ്റെ അളവും കൂടുതലായിട്ട് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആൽക്കലിയുടെ അളവ് കൂടുന്നു. അങ്ങനെ ആൽക്കലോസിസ് കണ്ടീഷൻ ഉണ്ടാകുന്നു. ഇനി എക്സസൈവ് ഒമിറ്റിങ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ സ്റ്റൊമക്കിൽ നിന്നാണ് കൂടുതലും എന്താണ് നമ്മുടെ ഒമിറ്റിങ് ചെയ്യുമ്പോൾ പോകുന്ന കണ്ടന്റ് സ്റ്റൊമക്കിൽ നിന്നാണ് അല്ലേ. സ്റ്റൊമക്കിൽ കൂടുതൽ എന്താണ് H+ കണ്ടന്റ് ആണ് അല്ലേ. ആസിഡ് കണ്ടന്റ് ആണ് എന്ത് സ്റ്റൊമക്കിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഒമിറ്റ് ചെയ്യുമ്പോൾ, എക്സസീവായിട്ട് ഒമിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ആസിഡ് കണ്ടന്റ് ഉള്ള ഫ്ലൂയിഡ്സ് ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അങ്ങനെ അതെന്തായി മാറുന്നു, ആൽക്കലോസിസ് ആയിട്ട് മാറുന്നു. ആസിഡ് കൂടുതലായിട്ട് നഷ്ടപ്പെടുമ്പോൾ ആസിഡിൻ്റെ അളവ് കുറയുന്നു. ആസിഡിൻ്റെ അളവ് കുറയുമ്പോൾ ആൽക്കലോസിസ് കണ്ടീഷൻ ആവുന്നു. പിന്നെ സോഡിയം ബൈകാർബണേറ്റ് കൂടുതലായിട്ട് കൊടുക്കുന്നു. സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുമ്പോൾ അത് ആൽക്കലയാണ്. ബൈകാർബണേറ്റ് എന്ന് പറയുമ്പോൾ അത് ആൽക്കലയാണ് അല്ലേ, ബേസ് ആണ്. അപ്പോൾ ബൈകാർബണേറ്റിൻ്റെ അളവ് കൂടുതലായിട്ട് കഴിക്കേണ്ടി വരുമ്പോൾ അതെന്ത് ചെയ്യുന്നു, ആസിഡിൻ്റെ അളവ് ബോഡിയിൽ നോർമലായിട്ട് കുറയുന്നു. ഇനി മാസീവ് ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ്. അതിനെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ബ്ലഡിൽ, അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്ന ബ്ലഡിൽ നമ്മുടെ സിട്രേറ്റ് എന്ന് പറയുന്ന ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ഉപയോഗിക്കുന്നു അല്ലേ. ബ്ലഡ് ക്ലോട്ടായി പോവാതിരിക്കാൻ വേണ്ടി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ബാഗിൽ സിട്രേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ആൻറ്റി കൊയാഗുലൻ്റ് ആണ് അല്ലേ. സിട്രേറ്റ് എന്ന് പറയുന്നത് ആൻറ്റി കൊയാഗുലൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇത് ഉപയോഗിക്കുന്നത് മൂലം ഒരുപാട് ബ്ലഡ് നമ്മൾ പേഷ്യൻറ്റിൽ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ സിട്രേറ്റ് എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യുന്നു, മെറ്റബോളൈസ് ചെയ്ത് ബൈകാർബണേറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മുടെ മാസീവ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിന് ഒരുപാട് യൂണിറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യും ഒരേ സമയം. അപ്പോൾ ഇതിലുള്ള സിട്രേറ്റ് എന്ന് പറയുന്ന ആൻറ്റി കൊയാഗുലൻ്റ് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്ത് ബൈകാർബണേറ്റ് ആയിട്ട് മാറുന്നു. ബൈകാർബണേറ്റിൻ്റെ അളവ് കൂടുന്നു എന്ന് പറഞ്ഞാൽ ആൽക്കലിക് കണ്ടന്റ് കൂടുന്നു. അങ്ങനെ മെറ്റബോളിക് ആൽക്കലോസിസ് കണ്ടീഷനായിട്ട് മാറുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, മെറ്റബോളിക് ആൽക്കലോസിസിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്, പേഷ്യൻറ്റിന് ഒമിറ്റിംഗ് ഉണ്ട്. നമ്മൾ GI സെക്ഷൻ ഡിസ്കസ് ചെയ്തില്ല. GI സെക്ഷൻ എന്ന് വെച്ചാൽ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സെക്ഷൻ. ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിനെ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സക്ഷൻ ചെയ്യുന്നു. എവിടെ, GI ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് സക്ഷൻ ചെയ്യുമ്പോൾ ഒമിറ്റിങ്ങിൽ സംഭവിക്കുന്ന അതേ മെക്കാനിസമാണ് സെക്ഷനിൽ സംഭവിക്കുന്നത് അല്ലേ. എക്സസ് ആയിട്ട് ഗാസ്ട്രിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഗാസ്ട്രിക് കണ്ടന്റിൽ എന്താണ് കൂടുതലായിട്ട് H+ അയോൺസ് ഉണ്ട്, ആസിഡ്സ് ഉണ്ട് അല്ലേ. അത് കൂടുതലായിട്ട് സക്ഷൻ ചെയ്ത് കളയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ആൽക്കലോസിസിലോട്ട് പോകുന്നു. പിന്നെ പേഷ്യൻറ്റിന് എപ്പോഴെങ്കിലും ഒമിറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ എന്താണ് നമ്മൾ കൂടുതലായിട്ട് പേഷ്യൻറ്റിനെ സക്ഷൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ പേഷ്യൻ്റ് എന്തുണ്ട്, മെറ്റബോളിക് ആൽക്കലോസിസ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ പേഷ്യൻറ്റിന് ഒരുപാട് ഒമിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, പേഷ്യൻറ്റിൻ്റെ ഇലക്ട്രോലൈറ്റ്സ് ചെക്ക് ചെയ്യണം, ABG ചെക്ക് ചെയ്യണം. ഏത് കണ്ടീഷൻ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി, മെറ്റബോളിക് ആൽക്കലോസിസിലോട്ട് പേഷ്യൻറ്റ് പോയോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആസിഡ് ബേസ് ഇംബാലൻസിനെ പറ്റിയാണ്. അതിൽ 4 ഡിസീസ് കണ്ടീഷനും
നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് വീഡിയോ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, നിങ്ങൾ അല്ലാതെ ബുക്സും ഒക്കെ റെഫർ ചെയ്ത് കൂടുതൽ പോയിന്റ്സ് കണ്ടുപിടിച്ച് പഠിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളൊക്കെ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ.